ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനും അതുപോലെ തന്നെ LDC LGS മെയിൻ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് അഥവാ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഗവൺമെന്റിന്റെ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് രാഷ്ട്രപതിയെ കുറിച്ചാണ്. ഓക്കെ, രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് രാഷ്ട്രപതി ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ഓക്കെ, ആർട്ടിക്കിൾ 52ലാണ് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? അത് രാഷ്ട്രപതിയിലാണ്. ഓക്കെ, ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയിലാണ്. ഇങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 53 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 53ലാണ് എന്ത് പറയുന്നത്? ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 53 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ, അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ തലവൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അതെല്ലാം രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ, അതുപോലെ തന്നെ രാഷ്ട്രത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ, രാഷ്ട്രത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52 ആണ്. 53 എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 53 എന്ന് പറഞ്ഞു. ഇനി രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54. ഓക്കെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് കേട്ടോ. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റിലെയും നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജ് ആണ്. ഓക്കെ, പാർലമെന്റിലെയും നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ടറൽ കോളേജ് ഉണ്ട്. അതാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഏതാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52, ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ 53. ദെൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54. രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റിലെയും നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ, രാഷ്ട്രത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അതെല്ലാം രാഷ്ട്രപതിയാണ്. ഇനി രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അപ്പൊ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഭരണ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 56. ഓക്കെ, ആർട്ടിക്കിൾ 56ലാണ് രാഷ്ട്രപതിയുടെ ഭരണ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഭരണ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 56ലാണ്. ഇനി രാഷ്ട്രപതിയുടെ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 58. ഓക്കെ, യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 58. ഈ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ യോഗ്യത ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, എന്താണ് ഒന്നാമത്തെ യോഗ്യത? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം.
രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് 35 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ അടുത്ത യോഗ്യത ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം. ഇത് മൂന്നുമാണ് എന്ത് ഒരു രാഷ്ട്രപതി ആവാൻ വേണ്ട യോഗ്യതകൾ. അപ്പൊ രാഷ്ട്രപതി ആവാൻ വേണ്ട യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 58. എന്തൊക്കെയാണ് യോഗ്യത? ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ വേണം. ഓക്കെ, ഭരണ കാലാവധി 5 വർഷമാണ്. ഭരണ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 56 ആണ്. ഇനി രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പൊ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 60 ആർട്ടിക്കിൾ 60 രാഷ്ട്രപതിയുടെ സത്യവാചകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആർട്ടിക്കിൾ ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 60 ആണ്. ഓക്കെ ആണല്ലോ. ഇനി ആർട്ടിക്കിൾ 61 പറയുന്നത് രാഷ്ട്രപതിയുടെ നീക്കം ചെയ്യുന്ന നടപടിക്രമത്തെ കുറിച്ചാണ്. അപ്പോ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. എന്താണ്? ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഇംപീച്ച്മെന്റ്. അപ്പൊ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന ഈ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന നടപടിക്രമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 61. ഓക്കെ, ആർട്ടിക്കിൾ 61 രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന നടപടിക്രമമായിട്ടുള്ള ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോ ഇങ്ങനെ രാഷ്ട്രപതിയെ നീക്കം ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം വേണം. എന്താണ് കാരണം? ഭരണഘടനാ ലംഘനം. ഓക്കെ, രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 60. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം അറിയപ്പെടുന്നതാണ് ഇംപീച്ച്മെന്റ്. അത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമമായിട്ടുള്ള ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 61. അതായത് രാഷ്ട്രപതി നീക്കം ചെയ്യണമെങ്കിൽ എന്താണ് കാരണം എന്ന് പറയുന്നത്? ഭരണഘടനാ ലംഘനമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72 പറയുന്നത് ഏത് ഭരണഘടനയനുസരിച്ചാണ് രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനായിട്ട് പറ്റുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 72 ആണ്. അതായത് സുപ്രീം കോടതി ഏത് തരം ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള കുറ്റവാളി ആയിക്കോട്ടെ അവർക്ക് മാപ്പ് നൽകാനുള്ള അധികാരം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ഓക്കെ, അപ്പൊ ഏത് തരം കുറ്റവാളികൾക്കും മാപ്പ് നൽകുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 72 ആണ്. ഓക്കെ, രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനുള്ള അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് എന്ത്? ആർട്ടിക്കിൾ 72. അതുപോലെ രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 123. ഓക്കെ, 123 രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അപ്പൊ ഇത്രയും ആർട്ടിക്കിൾ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52 എന്ന് പറഞ്ഞു. ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നത് 53 പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 54 ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 60, 61, അതുപോലെ 72, 123 ഇത്രയും ആർട്ടിക്കിൾ ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. ഇവിടെ നോക്കുക, രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്?
ആർട്ടിക്കിൾ 53 അപ്പൊ ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 53 ആർട്ടിക്കിൾ 53. ഇനി രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 54 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ മാത്രമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 54. ഇനി രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. ആരാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. പാർലമെന്റിലെയും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെയും ഉൾപ്പെടുന്ന ഒരു ഇലക്ടറൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ രാഷ്ട്രപതിയുടെ ഭരണ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഭരണ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 56 ഓക്കെ. രാഷ്ട്രപതിയുടെ ഭരണ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 56. ദെൻ രാഷ്ട്രപതിയുടെ യോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 58 ആർട്ടിക്കിൾ 58 രാഷ്ട്രപതിയുടെ യോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 58 ഓരോ ആർട്ടിക്കിളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രാഷ്ട്രപതിയുടെ യോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 58. എന്തൊക്കെയായിരുന്നു യോഗ്യത? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ വേണം. ഇതൊക്കെയായിരുന്നു എന്ത്? പ്രസിഡന്റിന്റെ യോഗ്യതകൾ. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. ദെൻ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 60 ഓക്കെ. ആർട്ടിക്കിൾ 60 ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 53. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 54. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണ കാലാവധി 5 വർഷം. ഭരണ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 56. യോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 58. അതുപോലെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 60 ഓക്കെ ആണല്ലോ. ഇനി രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് എന്താണ്? ഇംപീച്ച്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമമായ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 61. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രാഷ്ട്രപതിയുടെ നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 61. ഇനി എന്താണ്? രാഷ്ട്രപതി നീക്കം ചെയ്യണമെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കണം? ഭരണഘടനാ ലംഘനം. ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത്, രാഷ്ട്രപതിക്ക് കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72 കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 72. ഇനി രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123. ആർട്ടിക്കിൾ 123 രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി രാഷ്ട്രത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നതും ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് LGS എക്സാമിന്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രത്തിന്റെ തലവൻ, ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. രാഷ്ട്രപതിയെ നീക്കം ചെയ്തതിനുള്ള നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 61. കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 72. രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 123. ഓക്കെ, ഇനി രാഷ്ട്രപതിമാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറേ രാഷ്ട്രപതിമാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ എല്ലാം കൂടെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോയിൽ പറയുന്നില്ല. അത് പിന്നീട് നമുക്ക് രാഷ്ട്രപതിമാരെ കുറിച്ച് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 3-4 പോയിന്റ് പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 2 പ്രാവശ്യം രാഷ്ട്രപതിയായിട്ടുള്ള ഏക വ്യക്തിയും കൂടെ ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ്. 2 പ്രാവശ്യം രാഷ്ട്രപതിയായിട്ടുള്ള ഏക വ്യക്തിയും ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി, രാഷ്ട്രപതിയായ ആദ്യ മലയാളി അല്ല,
രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി. ഓക്കെ, മത്സരിച്ച ആദ്യ മലയാളി ആരാണ്? VR കൃഷ്ണയ്യരാണ് കേട്ടോ. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി VR കൃഷ്ണയ്യറാണ്. മലയാളിയായ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? അത് KR നാരായണനാണ്. ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. മലയാളിയായ ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി ആരാണ്? KR നാരായണൻ തന്നെയാണ്. ദളിത് വിഭാഗത്തിൽ നിന്നുമുള്ള ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് KR നാരായണൻ. അപ്പോൾ മലയാളിയായ ആദ്യ രാഷ്ട്രപതി KR നാരായണനാണ്. പ്രായം കൂടിയ രാഷ്ട്രപതി KR നാരായണനാണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി KR നാരായണനാണ്. അപ്പം 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണെന്നുള്ളത് ഓർക്കുക. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 പ്രാവശ്യം രാഷ്ട്രപതിയായിട്ടുള്ളത് രാജേന്ദ്ര പ്രസാദ് ആണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി VR കൃഷ്ണയ്യർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.